നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സ്റ്റഫ്ഡ് ചപ്പാത്തിയാണ് കേട്ടോ. സ്റ്റഫ്ഡ് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ടോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. എളുപ്പത്തിൽ രാവിലെയൊക്കെ ഉണ്ടാക്കാനും പറ്റും. പിന്നെ അത് മാത്രമല്ല ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാം. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ 4 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2ആയിട്ട് മുറിച്ച് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നികക്ക വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ ഒന്ന് വന്നോട്ടെ, നന്നായിട്ടൊന്ന് വെന്ത് തരട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് കുഴച്ച് വെച്ചത്. മാവ് കുഴക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസ് ആവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് തിക്കുമായിരുന്നു. കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിരിക്കണം. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. നൈസായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി, അതും നീളത്തിൽ അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നെടുക കീറിയതാണ്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിങ്ങനെ ബ്രൗൺ കളറൊന്നും ആവരുത് കേട്ടോ, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ കിടക്കട്ടെ. അത് നമുക്കത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ 4 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നെടുക്കാം. ഇതൊരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചൊന്ന് കുത്തി നോക്കണം കേട്ടോ. ചില സമയത്ത് ചില ഉരുളക്കിഴങ്ങൊക്കെ നടുഭാഗമൊക്കെ വേവാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലെ വെള്ളം കളഞ്ഞതിൻ്റെ തൊലി അങ്ങ് മാറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സവാള ഇളക്കുന്നുണ്ട് കേട്ടോ. തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന സംഭവമില്ലേ, അത് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട്. ഒട്ടും കട്ടകളില്ലാതെ ഉടക്കുക കേട്ടോ നല്ലത്. അത് ഉടച്ചതിന് ശേഷം നമുക്ക് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തേച്ച് അതിൻ്റെ കട്ടകൾ ഒട്ടും ഇല്ലാന്നൊന്ന് ഉറപ്പ് വരുത്താം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും വാടിയാൽ മതി കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങ് നന്നായിട്ടൊന്ന് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരും. ഈ മഞ്ഞൾ ഇങ്ങനെ മൂത്തതിൻ്റെ ഒരു മണമില്ലേ, അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പം നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ടേസ്റ്റൊക്കെ നന്നായിട്ട് അതിലേക്ക് അങ്ങ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് കറിവേപ്പില വേണ്ട, കാരണം നമുക്കിത് കഴിക്കുന്ന സമയത്ത് എടുത്ത് കളയാനേ സമയം ഉണ്ടാവുള്ളൂ. അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഓഫാക്കി വെച്ച് കൊടുത്ത് ഉപ്പ് ഉണ്ടോ നോക്കണം കേട്ടോ. പാകത്തിന് ഉപ്പായിരിക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ മാവ് നമുക്ക് ഉരുളകളാക്കി അങ്ങ് ഉരുട്ടി അങ്ങ് മാറ്റി വെക്കാം. എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് എല്ലാം ഏകദേശം ഒരേപോലത്തെ വലുപ്പത്തിൽ എടുത്ത് വെക്കാം. നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ചപ്പാത്തി കല്ലിൽ ഇട്ട് പൊടി ഇട്ടിട്ട് അങ്ങ് പരത്തി അങ്ങ് എടുക്കാം. കഴിയുന്നത്ര നൈസാക്കി പരത്തിയെടുക്കുക, അതാണ് ടേസ്റ്റ്. നമ്മളിത് പരത്തി വരുമ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മുറിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മുറിക്കാറൊന്നുമില്ല. അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ഉരുളയും കൂടി ഒന്ന് ഉരുട്ടി എടുത്തൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് ശരിക്കും എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വീട്ടിൽ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നൊരു, ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ്. ശരിക്കും പറഞ്ഞൊരു നൊസ്റ്റാൾജിക് സംഭവമാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ റെസിപ്പി ഞാൻ മുമ്പേ തന്നെ നമ്മുടെ ചിക്കൂസ് ഡൈനിൽ ഇട്ടിട്ടുണ്ട്. ഒരു 4 വർഷം മുമ്പും കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലെ നടുവിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് എല്ലായിടത്തും അങ്ങ് പരത്തി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. അത് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ച് ചപ്പാത്തി എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അരികൊക്കെ. ഇത് നമുക്ക് പതുക്കെ അങ്ങ് എടുക്കാം. ഒരു കൈ അടിയിലോട്ട് വെച്ചിട്ട് അങ്ങ് പതുക്കെ അങ്ങ് എടുത്തിരുന്നാൽ മതി. ചപ്പാത്തി കല്ലിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതായി വരുന്ന സമയത്ത് നമുക്ക് അടുത്തത് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചുട്ടെടുക്കാം. സൈഡിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചു കൂട്ടങ്ങ് ചുട്ടെടുക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിലും കുറച്ച് എണ്ണ ആക്കിയിട്ടുണ്ട്. എണ്ണ ചേർക്കണം എന്നില്ല, പക്ഷേ എണ്ണ ചേർത്തുണ്ടാക്കുമ്പോഴത് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അടുത്തത് പരത്തുകയാണേ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിടുമ്പോൾ അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും കേട്ടോ. പൊങ്ങി വന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആലു പറാത്തയുടെ ഒക്കെ ഒരു വകഭേദം എന്ന് പറയാൻ വേണമെങ്കിൽ. അതിൻ്റെ ഇടയിൽ കൂടെ അടുത്തതും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ചുടുന്നതിൻ്റെ അടുത്ത് തന്നെ ചപ്പാത്തിക്കല്ലും വെച്ച് പരത്തി ഒന്നിച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തികളൊക്കെ നേരത്തെ പരത്തി വെച്ച് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്ത് ഇടാം. അങ്ങനെയും ചെയ്യാം.
അത് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലത്തെ 4 സെറ്റായിട്ട് ഉണ്ടാക്കുന്ന 8 ചപ്പാത്തിയിൽ 4 സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 പേർക്കൊക്കെ കഴിക്കാനായിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി റെഡി ആയത് എടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. രണ്ടും കൂടെ ഒരുമിച്ചെടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പൊളിച്ചിട്ട് ഇങ്ങനെ കൂട്ടി മസാലയും കൂടെ കൂട്ടി കഴിക്കാം. കഴിക്കട്ടെ. എന്താ പറയുക, ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഐറ്റം കേട്ടോ. അതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സമയത്തും വിചാരിക്കും ഈ മസാല വേറെ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി അത് കൂട്ടി കഴിച്ചാൽ പോലെയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം. നമുക്കിത് കാണുമ്പോൾ അത്രയ്ക്ക് ഒന്നും വലിയ സംഭവം ആണെന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇതിപ്പം തണുത്ത് കഴിഞ്ഞാൽ കൂടുതൽ സോഫ്റ്റ് ആവുകയാണ് കേട്ടോ ചെയ്യുക. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. അപ്പോൾ ഞാൻ ചിക്കുവിന് സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്നത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങ് കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ അവർക്ക് എടുത്ത് കഴിക്കാനും എളുപ്പമാണ്, കയ്യിലൊന്നും പറ്റുകയില്ല. അപ്പോൾ നമുക്ക് രാവിലെ സമയമില്ലെങ്കിൽ മസാലയൊക്കെ വേണമെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. രാവിലെ 2 ഉരുള ചപ്പാത്തി പോരെ കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട്. അത് പരത്തി ഇത് അങ്ങ് ഫില്ല് ചെയ്ത് അങ്ങ് എത്ര പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്ക് കഴിക്കാനാണെങ്കിൽ ഒരാൾക്ക് ഒരു സെറ്റ് ചപ്പാത്തി മതിയാകും. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ഞാനിത് സാരിയൊക്കെ ചുറ്റി എങ്ങോട്ടേക്കാണ് പോണേന്നറിയോ? ഹോം ബേക്കേഴ്സ് അസോസിയേഷൻ്റെ ഇനാഗുറേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. രാവിലെ 11 മണിക്കാണ് കേട്ടോ ഇനാഗുറേഷൻ പറഞ്ഞിരിക്കുന്നത്. ട്രിവാൻഡ്രം Q9 റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവർ ഫുൾ ഡേ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിപ്പം അവിടെ ഒരു ഗസ്റ്റും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വനിതാ സ്റ്റേഷനിലെ എസ് ഐ ആശാ ചന്ദ്രനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹോം ബേക്കേഴ്സ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ശാഖയുടെ ഇനാഗുറേഷനാണ് കേട്ടോ. പാലക്കാടൊക്കെ നേരത്തെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഈ ഒരു അസോസിയേഷന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ആദ്യം തന്നെ ഞാൻ നന്ദി പറയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അസോസിയേഷൻ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അസോസിയേഷൻ ധാരാളം ശാഖകളും ഉപശാഖകളും ഒക്കെയുള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന നിങ്ങൾ ഒരു സമയത്ത് ഒരു കൂട്ടായ്മ ഉണ്ടായതിലൂടെ സ്വന്തമായിട്ടുള്ള നിലനിൽപ്പ് നമ്മൾ മുൻകാലങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ പൂർവികരായിട്ട് കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇനാഗുറേറ്റ് ചെയ്തു, വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ അതിനുശേഷം കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഇവരങ്ങനെ മേശപ്പുറത്ത് നിറച്ചും വിഭവസമൃദ്ധമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ. ഓരോ പലതരത്തിലുള്ള കേക്കുകളും കട്ട്ലേറ്റും കപ്പ് കേക്കും ഒക്കെ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ പ്ലം കേക്ക് ഉണ്ട്, അതും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും കട്ട് ചെയ്തു. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മുടെ ഹോം ബേക്കേഴ്സ് ഉണ്ടാക്കിയതല്ലേ, ടേസ്റ്റ് ഇല്ലാതിരിക്കുമോ? പിന്നെ ഇവിടുത്തെ ഭാരവാഹികളെല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സിലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഓരോ ഐറ്റവും ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. മുട്ട സുർക്ക എല്ലാം കൊള്ളാം കേട്ടോ, അടിപൊളി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്നിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം ഹോം ബേക്കേഴ്സിന് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പിന്നെ എന്തുകൊണ്ടും ഒരു കൂട്ടായ്മ നല്ലതല്ലേ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നതിനെ കഴിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഇനാഗുറേഷന്റെ ഒക്കെ. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ. ഈ അസോസിയേഷൻ സെക്രട്ടറിയുടെ നമ്പർ ഞാൻ താഴെ പിൻഡ് കമന്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള സ്വീറ്റ് ഐറ്റംസും ഉണ്ടായിരുന്നു, സ്പൈസി ആയിട്ടുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്തിരുന്നു, നോക്കി മാർക്കിട്ട് പോകുമായിരുന്നു ഓരോ ഐറ്റവും. പിന്നെ ഇതിൽ കപ്പ കൊണ്ടുള്ള ഒരു പുഡിംഗ് ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ പലതരത്തിലുള്ള പുഡിങ്ങും കേക്ക് സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടെയുള്ള കേക്കായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാ ഐറ്റവും നല്ല ടേസ്റ്റി തന്നെയായിരുന്നു. എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരല്ലേ, ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നേ ഉള്ളൂ.
എന്നാലും എല്ലാം ഒരേപോലെ നല്ല ടേസ്റ്റി തന്നെയായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു, കപ്പ ചെമ്മീൻ കാന്താരി, അത് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ചിക്കൻ മഖനി, ബട്ടർ ചിക്കൻ ഇല്ലേ, അതും ടേസ്റ്റി തന്നെയായിരുന്നു. പിന്നെ നല്ലൊരു ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയാണ് കേട്ടോ, എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്കല്ലേ പ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് പ്രൈസ് കിട്ടി വെച്ച് മറ്റാരും മോശക്കാരൊന്നുമല്ല, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചം തന്നെയായിരുന്നു. ശരിക്കും ഇത് ടേസ്റ്റ് നോക്കി തന്നെ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. കുറച്ചാണ് കഴിക്കണമെങ്കിലും ഒരു സെറ്റ് ഇപ്പോൾ അവിടുന്ന് കഴിഞ്ഞ് വന്നതാണ്. അതിനുശേഷം ഇവിടെ വന്ന് ഇത് കഴിച്ചപ്പോഴത്തേക്കും ശരിക്കും വയറ് നിറഞ്ഞു. പിന്നെ കുറേശ്ശെയാണ് എടുക്കുന്നത്, എന്നാൽ പോലും നമുക്കത് വയറ് നിറയുമല്ലോ. പിന്നെ അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ചു, കുറെ ഫോട്ടോസ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇപ്പം എന്താ പറയുക, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു ഞാനും അവിടെ വന്നവരും എല്ലാവരും അതെ. ഓ ഒറ്റ മിനിറ്റ്, നല്ല റേറ്റ് ആണല്ലേ. വെയിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് വന്ന ഗസ്റ്റിനൊരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അവരെല്ലാവരും കൂടെ എനിക്ക് നല്ലൊരു മൊമെന്റോ, എന്താ പറയുക, ഒരു സ്നേഹോപഹാരം തന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇതൊന്നും. ഫേസ്ബുക്കിൽ നിന്ന് എടുത്തതാണോ? താങ്ക് യു. പിന്നെ അത് കഴിഞ്ഞ് മെമ്പേഴ്സിനൊക്കെ സർട്ടിഫിക്കറ്റും ബാഡ്ജും ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങാണിത്. അത് കഴിഞ്ഞ് ഫുഡ് കോമ്പറ്റീഷൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തു. അവർക്കുള്ള സമ്മാനങ്ങളും കൊടുത്തു. കൺഗ്രാജുലേഷൻ. പിന്നെ അത് കഴിഞ്ഞ് പാലക്കാട് വന്നവർക്ക് സ്പെഷ്യലായിട്ട് മൊമെൻറ്റോ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സ് സർട്ടിഫിക്കറ്റും ബാഡ്ജും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട് എനിക്കിങ്ങനൊരു അവസരം ലഭിച്ചതിൽ. ഇത്രയും പേരെ കാണാനും പരിചയപ്പെടാനും ഇവരുടെ സ്നേഹം അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ലഭിച്ചതിൽ. പിന്നെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ഇരുന്നിട്ട്, മെമ്പേഴ്സും ബോർഡ് മെമ്പേഴ്സും പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ടും ഒക്കെ ഉള്ള ഫോട്ടോയും ഒക്കെ എടുത്തു. ശരിക്കും നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകിച്ച് അഭിനന്ദനം ഞാൻ ഒരിക്കൽ കൂടെ പറയണം. അവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു അസോസിയേഷൻ രൂപീകരിക്കാനും അതിൻ്റെ ഇനാഗുറേഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താമെന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിച്ചു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെയും ഉണ്ടൊരു ഗിഫ്റ്റും കൊണ്ടുവരുന്നു, സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതായിരുന്നു ഒന്നും വേണ്ടാന്ന്, പക്ഷേ ഇവരുടെ സ്നേഹം ഇങ്ങനെയാണ് പ്രകടിപ്പിച്ചത്. എന്താ ചെയ്യുക, എന്നാലും ഒരുപാട് സന്തോഷം. ഞാൻ ഗിഫ്റ്റ് എന്താണെന്ന് വീട്ടിലെത്തിയിട്ട് തുറന്ന് കാണിക്കാം. എന്തോ ഒരു സ്നേഹമാണ് എല്ലാവർക്കും പരസ്പരം പങ്കുവെച്ചും. സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലേ, സ്നേഹം പങ്കുവെക്കുമ്പോൾ ഒന്ന് ഇരട്ടിക്കും, മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ഒരു 2 ഇരട്ടിയോ 3 ഇരട്ടിയോ അല്ല, 100 ഇരട്ടിയായിട്ട് അങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്നേഹം എന്നും നിലനിൽക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും ഈ ഒരു അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഞാനൊന്ന് നമ്മുടെ ഗിഫ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ, നിങ്ങളെ കൂടെ കാണിക്കണ്ടേ ഗിഫ്റ്റ്. കല്യാൺ സിൽക്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണ്. താങ്ക് യു.